സംഗീതത്തിനെ പറ്റി വലിയ അറിവില്ലാത്ത ഒരു ചോദ്യമായിട്ട് കരുതണം. സിനിമാ പാട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു ഘടകം. പിന്നീട് വരുന്ന ലളിതഗാനം അല്ലെങ്കിൽ നമ്മളുടെ ആൽബം സോങ്, ഇപ്പം റാപ്പ്, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് പല പേരുകളിലാണ്. പക്ഷെ സാധാരണക്കാരൻ നോക്കുമ്പം എല്ലാം പാട്ടാണ്. ശരിക്കും ഇപ്പോൾ ഷാഫി നടന്ന വഴികളിലുള്ള ഈ ആൽബം സോങ്സ് എന്ന് പറയുന്ന അതേ ക്രിയേഷൻ തന്നെയല്ലേ ഇപ്പം വേടൻ ചെയ്യുന്നത്. വേടൻ്റേതായ സംഗീതത്തിൽ വേടൻ എഴുതി വേടൻ പാടുന്നു. ഷാഫിയുടെ സംഗീതത്തിൽ ഷാഫി എഴുതി ഷാഫി പാടുന്നു. അപ്പം അത് ആൽബം സോങ്ങും മറ്റേ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കായി മാറുന്നതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും? ഒന്ന്, വേടന്റെ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മറ്റ് പോപ്പ് സിംഗേഴ്സിന്റെ അല്ല പറയട്ടെ, അതെ അല്ല അതെ അല്ല ഞാൻ അയാളെ വേറിട്ട് പറയും. വേടന്റെ പാട്ട് അവിടെയാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് പറയാൻ പേടിയുള്ളതിനെ ഒരു കിടിലൻ മീഡിയ കൂടെ പാട്ടിലൂടെ നമ്മൾ പണ്ട് പഴത്തിനകത്ത് ഗുളിക വെച്ചിട്ട് നമ്മളെ പെറ്റ്സിന് കൊടുക്കും. ഞാൻ ആടിനെ പോറ്റിയോണ്ട് എനിക്കറിയാം. നമ്മളൊരു ഗുളിക കൊടുക്കാൻ ഇത് നേരിട്ട് കഴിക്കാത്തതുകൊണ്ട് പഴത്തിനകത്ത് വെച്ചിട്ട് അങ്ങ് കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് പണ്ട് കൊടുത്തു ഞാൻ കേട്ടിട്ടുണ്ട്, അത് അപകടമാണ്. അപ്പോൾ അതുപോലെ പാട്ടിനകത്തൂടെ കിട്ടുന്ന ഒരു ഊർജം പ്രസംഗത്തിലൊന്നും കിട്ടൂല. വേടൻ പറയുന്ന അവൻ ചെറിയ ചെറിയ പ്രായക്കാരനാണ്. ആലോചിച്ച് നോക്കിയാൽ എൻ്റെ ഒക്കെ പ്രായത്തിലെത്തുമ്പോഴത്തേക്ക് ആളൊരു വലിയ സാംസ്കാരിക തലത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇപ്പം അവൻ്റെ പ്രായത്തിൻ്റെ ചാബല്യത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കും നോക്കി ആളുകൾ ഭൂതക്കണ്ണാടിയും വെച്ചിരിക്കണ്ട. നിങ്ങൾ ഈ മഹാന്മാരെന്നൊക്കെ പറയുന്ന ആളുകൾ അവൻ്റെയൊക്കെ പ്രായത്തിൽ അതിനേക്കാൾ വലിയ കുരുത്തക്കേട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് മഹാസംഭവങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ അവരുടെ സ്വഭാവ ശുദ്ധി നോക്കിയിട്ടാണ് അവരുടെ പ്രതിഭകൾ സ്വീകരിച്ചതെങ്കിൽ, അവരുടെ സൃഷ്ടികൾ സ്വീകരിച്ചതെങ്കിൽ ഒരു വസ്തുവിന് കൊള്ളൂല. സൃഷ്ടികളല്ലാതെ വ്യക്തിത്വം ഞാനിത് ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേടനെ നിങ്ങൾ പേഴ്സണലൈസ് ചെയ്തിട്ട് അവൻ്റെ സ്വഭാവം വെച്ചിട്ടൊന്നുമല്ല വിലയിരുത്തേണ്ടത്. അയാളെ ക്രിയേറ്റിവിറ്റി, അയാൾ സമൂഹത്തിന് എന്ത് ചെയ്തു എന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. അയാൾ സമൂഹത്തിന് ചെയ്തിരിക്കുന്ന ചെറിയ കാര്യമൊന്നുമല്ല. അവൻ ജാതീയത പാടിയപ്പോൾ ഇവിടെ ആരൊക്കെയോ അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചവരുണ്ട്, നീ എങ്ങനെ വേടനെ സപ്പോർട്ട് ചെയ്യുന്നത്? അയാൾ പിന്നെ ഈ പറഞ്ഞ ഇവിടെ ഇല്ലാത്തൊരു സാധനമല്ലേ വീണ്ടും പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇവിടെ ജാതീയത ഉണ്ടോ? അതിന് ശേഷം എത്ര മരണം നമ്മൾ കണ്ട്. ജാതിപ്പുരാന്ത് മൂത്ത് ഒരു പിന്നെ MBBS പഠിക്കാൻ പോയ പയ്യനെ കൊന്നൊടുക്കിയപ്പോൾ മതിയായല്ലോ അല്ലേ? ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ പല വിധത്തിൽ. അവൻ പച്ചയായ നേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് പലർക്കും പിടിക്കാത്ത, പലരെയും ചോടിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അയാളുടെ പാട്ടിന് ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആൽബം ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ സമൂഹത്തിലെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി അവസരോചിതമായി അവതരിപ്പിക്കുന്ന ആളുകളെ നമുക്ക് ഒരുപടി മുകളിൽ തന്നെ കാണണം. പിന്നെ മറ്റ് റാപ്പ് പാടുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ കോമൺ സബ്ജക്റ്റാണ് എടുക്കുന്നത്. വ്യത്യാസം എവിടെയാണെന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് സ്റ്റൈലിൽ അവർ പർച്ചേസ് ചെയ്തിട്ടുള്ള പിന്നെ അവർ എന്നിട്ട് അതിൽ നിന്ന് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ടുള്ള ബീറ്റ്സ് ഉണ്ടല്ലോ, ബീറ്റ് ബോക്സുകൾ. നമ്മളെ മൈക്ക് ജാക്സൺ ആണ് അതിൻ്റെ രാജാവ്. അപ്പം ആ വേൾഡ് വൈഡായിട്ട് കുറച്ചും കൂടെ സ്വീകാര്യതയുള്ള ഈ പോപ്പിൻ്റെ മേമ്പൊടികൾ ചേർത്തുകൊണ്ട് നമ്മളെ നാടിൻ്റെ തനത് പിന്നെ ഈണങ്ങളെ, നാടൻ ഈണങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള പോപ്പ് ഗായകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫിനെയും ചുറ്റോടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ഈ പറഞ്ഞ മാതിരി പ്രണയനൈരാശ്യവും അതുപോലെ അവർ അച്ചീവ് ചെയ്ത് വന്നിട്ടുള്ള അവർ നേരിട്ട ഇൻസൾട്ടിങ്, ഫജോനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർ നേരിട്ട ഇൻസൾട്ടിങ്ങിനെ കുറിച്ചും അതിൽ നിന്ന് അവർ മറികടന്ന് വന്നതിൻ്റെ ആനന്ദവും അഭിലാഷവും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതേ അനുഭവസ്ഥരായ കുറച്ച് ആളുകൾ തീർച്ചയായിട്ടും അവരെ പുതിയ കാലത്തിൻ്റെ താരങ്ങളായിട്ട് തന്നെ കാണും. നമ്മളെ ഇവർ ആൽബം എന്ന് പറയുന്നത് നമ്മളെ എന്തുകൊണ്ടും അവർ ഒരു പടി മുകളിലാണ് പുതിയ കാലത്തിൻ്റെ ഈ പോപ്പ് സിംഗേഴ്സും. അല്ലെങ്കിൽ ഇങ്ങനൊരു റാപ്പും പരിപാടിയൊക്കെ ആയിട്ട് വന്ന് ജനങ്ങൾക്ക് മികച്ചത് കൊടുക്കുന്ന ആളുകളെ ഞാൻ എൻ്റെ മുകളിലേ കാണുന്നുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ അത് കമ്പയർ ചെയ്യല്ല, മനസ്സിലായി? നമ്മളതൊരു ഏരിയ വിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന തരത്തിലേക്കുള്ള ക്വാളിറ്റിയിലേക്ക് ഇപ്പം കടന്നു വരുന്നേ ഉള്ളൂ. ആ ചിന്ത നമുക്കിപ്പോൾ വരുന്നേ ഉള്ളൂ. ഒരു ദിൽഹെ ഫാത്തിമ മാത്രം ചെയ്തിട്ട് നമ്മൾ
കുറച്ച് കടന്ന് ഒരു പടി മുന്നോട്ട് പിന്നെ പ്രോഗ്രാമിംഗ് സ്റ്റൈലൊക്കെ ചിന്തിച്ചെങ്കിലും കൂടി അത് തുടർന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ അതിനെ തുടർച്ചയായിട്ട് കൊണ്ടുവന്നതും ഇപ്പോഴത്തെ കാലത്തിൻ്റെ അനുയോജ്യമായ രീതിയിലേക്ക് കൊണ്ടുവന്നതൊക്കെ ഈ കുട്ടികൾ തന്നെയാണ്. അപ്പം അല്ല, അവരെ നമ്മളെന്തായാലും അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ അവർ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ നിന്ന് നമ്മളെ ബാക്കി സോങ്സിനെ ആൽബം സോങ്സ് മ്യൂസിക്കിലൂടെ ഒന്നും വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. ജസ്റ്റ് പേര് മാറുന്നല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സംഗതി ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളല്ലേ ഞാനൊക്കെ. അല്ലാതെ നമ്മളൊരിക്കലും പ്ലേ ബാക്കിന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആരും തന്നിട്ടില്ലല്ലോ. നമ്മളെ എപ്പോഴും ചെറുകിട സംഭവമായിട്ടാണ് നമ്മളെ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അങ്ങനെ അത് പറയരുത്. പാട്ടിന് അല്ല, ഈ മേഖലയിലുള്ളവർ, ഓഡിയൻസിനല്ല ഞാൻ ആ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഈ മേഖലയിലുള്ള ഇപ്പോൾ സിനിമാക്കാർ നമ്മളെ കണ്ടിട്ടുള്ളത് എന്താണ്? ആൽബത്തിൻ്റെ ആളുകൾ കുറച്ച് പേര്. എന്നാൽ പുതിയ കാലത്തേക്ക് സിനിമാക്കാരായിട്ട് വന്ന ഞങ്ങളുടെ ആൽബം കാലത്തെ കൊണ്ടാടി അന്ന് കോളേജുകളിൽ പഠിച്ച തല്ലുമാലയുടെ ഡയറക്ടർ കാലിതരൻ. ഖാലിദ് റഹ്മാനും പിന്നെ മുഹ്സിൻ പരാരിയൊക്കെ പോലുള്ള ആളുകൾ റെസ്പെക്റ്റോടു കൂടിയാണ് നമ്മളെ കണ്ടതും അവർ ആ കാലത്തെ നമ്മളെ പാട്ടുകൾ ആഘോഷിച്ചതും വീണ്ടും അവർ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരുമ്പോൾ, അവരൊരു മുഖ്യധാരയിലേക്ക് വരുമ്പോൾ നമ്മളെയും കൂടെ ചേർക്കണം എന്നുള്ള മോഹമൊക്കെ ഉണ്ടായത് നമ്മളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ആ കാലത്ത് നമ്മളിങ്ങനെ വന്നത് തലവേദനയായി കണ്ടുകൊണ്ട് നമ്മളെ പുച്ഛത്തോടെ കാണാനും ഓഡിയൻസിലേക്ക് അതൊരു വളിപ്പൻ സാധനമാണെന്ന് വരുത്തി കൂട്ടാനും കരുതി കൂട്ടി ശ്രമിച്ച ഒരു വലിയ സംഘം സിനിമാ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. അനുഭവമാണ്. ഈ അവസരങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? ആ അല്ലെങ്കിൽ അതൊന്നും ഇതിനു മുൻപ് എൻ്റെ ഒരു ചോദ്യം ഉണ്ട്. ഇതിനു എനിക്കതൊരു മുൻപ് വിഷയമല്ല. കാരണം എന്താ അറിയോ, എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ പാടിയാലാണ് ഒരു ഗായകൻ എല്ലാം ആകുന്നതെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പഴയ കൺസെപ്റ്റ് ആയിരുന്നു അതൊക്കെ. ആ അതെന്തുകൊണ്ടാണ് അന്ന് അത് ഓക്കെയാണ്. കാരണം അന്ന് ഇത്രയും നിങ്ങൾ മീഡിയ കുറച്ച് ഇല്ല. മുമ്പ് പറഞ്ഞ പോലെ അന്ന് രാഗങ്ങൾ ബേസ് ചെയ്തും പിന്നെ കർണാട്ടിക് മ്യൂസിക്കിനെ സെമി ക്ലാസിക്കലിലൊക്കെ ഉപയോഗിച്ചും അങ്ങനെ ചിട്ടവട്ടത്തോടു കൂടി പാട്ടുകൾ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അങ്ങനത്തെ ലെജൻഡറി മ്യൂസീഷ്യന്മാരുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ മുന്നിൽ പോയി നിന്ന് പാടണമെങ്കിൽ ചില്ലറ കഴിവൊന്നും പോരാ. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ മാനദണ്ഡം ഇത് തന്നെയായിരുന്നു. ഏത് മ്യൂസിക് സംഗീതം നന്നായിട്ട് അഭ്യസിച്ചിരിക്കണം, അറിയണം, ഗമകങ്ങളും ഇതെല്ലാ സ്വരസ്ഥാനങ്ങളൊക്കെ പഠിച്ചിരിക്കണം. അതേ സ്ഥാനത്ത് പുതിയ കാലത്തെ സിനിമ പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്നത് അത്തരത്തിൽ കുറേ അധികം അത്തരത്തിലുള്ള പാട്ടുകളല്ല പുതിയ കാലത്തുള്ളത്. ഈസി ആർക്കും ആയിട്ട് പാടാവുന്ന നമുക്ക് അല്ലെങ്കിൽ ഇനിയിപ്പം നടന്മാരെ കൊണ്ട് പാടിക്കുന്നില്ലേ, എല്ലാ നടന്മാരും സിംഗേഴ്സ് അല്ല. അന്ന് ഏകദേശം വെറുതെ പാടി അതിനുള്ള ടെക്നോളജി ഇവിടെ ഉണ്ട്. അതെ. വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് പോയാലും അതിനെ റാപ്പാക്കാനും പാട്ടാക്കാനും ഒക്കെ പറ്റും. പറ്റും ആ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ആ ചിട്ടവട്ടങ്ങളൊന്നുമില്ല. അത് ഉണ്ടായിരുന്ന സമയത്ത് നമ്മളെ തുടക്കകാലത്ത് നമ്മളിങ്ങനെ വരും, ഓനൊന്നും സിനിമയിലൊന്നും പാടാനായിട്ടില്ല. ഞാൻ സിനിമയിൽ പാടാൻ വേണ്ടി വന്നാന്ന് ആര് പറഞ്ഞു? ആരോടെയും പറഞ്ഞോ? എവിടെയെങ്കിലും പറഞ്ഞോ? നമ്മൾ സിനിമയിൽ നമുക്ക് മ്യൂസിക്കിന് അവസരം തന്നാൽ, കമ്പോസ് ചെയ്യാൻ അവസരം തന്നാൽ മുത്തു പോലത്തെ പാട്ടുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. സിറ്റുവേഷന് 2 പടത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തതാണ്, രണ്ടും നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 2 പടത്തിന് വേണ്ടിയിട്ട്, കല്ലായിക്കടവ് എന്ന് പറഞ്ഞ ഒരു പടത്തിന് വേണ്ടിയിട്ടും മണവാളൻ എന്ന് പറഞ്ഞ ഒരു പടത്തിന് വേണ്ടിയിട്ടും, അത് റീസെൻ്റ്ലിയാണ്, 2 കൊല്ലം മുമ്പാണ്. മണവാളൻ എന്ന് പറഞ്ഞ പടത്തിൽ എല്ലാം റെഡി എന്നും പറഞ്ഞ് നിന്നാണ്. പിന്നെ പ്രൊഡ്യൂസർമാർ ആ പ്രോജക്റ്റ് ഒരു കോൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല സിനിമയിലേക്ക് പാടാനോ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യാനോ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും വർഷത്തിനിടയ്ക്ക്. ഇതന്നെ ഈ 2 അനുഭവങ്ങളാണല്ലേ. അല്ല, അതല്ലാതെ ഒന്നും വന്നിട്ടില്ല. ഒരാൾ കാരണം ഇപ്പം ഒരു പാട്ട് ഹിറ്റായാൽ അവൻ അടുത്ത സിനിമയിലാ. ഒരു സംഭവം ഉണ്ടായിരുന്നു. ജയേട്ടൻ്റെ ഒരു പടത്തിൽ പാടാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി. ഒരു ക്യാമറമാനാണ് കൊണ്ടുപോയത്, പുള്ളിയുടെ കെയർ ഓഫിൽ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ പോയത് മുതലേ ആ പുച്ഛം ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു ആൽബത്തിൽ നിന്ന് വന്ന എന്തോ പാടുന്ന ഒരാൾ എന്നുള്ളൊരു സാധനം ആ സമയത്ത് എല്ലായിടത്തു നിന്നും കേൾക്കുന്ന കൂട്ടത്തിൽ ഇവിടെയും അതായിരുന്നു അവസ്ഥ. ഒന്നല്ല പാടി നമുക്ക് ഹൃദയം പാടി നോക്കാം എന്നൊക്കെ പറഞ്ഞ് പാടി നോക്കിയാൽ കൊള്ളാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ പറഞ്ഞല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ഞാനിത് ട്രൈ ചെയ്യുന്നില്ല, ഇനി അഥവാ കൊള്ളാമെന്നുള്ള കാര്യമായിട്ടാണ് പറഞ്ഞെങ്കിൽ നമുക്ക് നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും മാറ്റം വരുത്തണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാവും പോലെ ഞാൻ ശ്രമിക്കാം. നമുക്ക് പരിമിതികളുണ്ട് സിംഗിങ്ങിൽ, അതെനിക്ക് തന്നെ അറിയാം. ഇന്നൊരു പാറ്റേൺ പാട്ടേ എനിക്ക് പാടാൻ പറ്റും. പക്ഷേ കമ്പോസിങ്ങിൽ പരിമിതിയൊന്നുമില്ല. അതുപോലെ എഴുത്തിലും അതൊക്കെ ഞാൻ അന്തസ്സായിട്ട് ചെയ്ത് പല നല്ല സിംഗേഴ്സിനെ കൊണ്ട് പാടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആൾ ഈ മാറ്റങ്ങളൊന്നും വേണ്ട, ഇത് മതി, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പാടിച്ച് ഞാൻ അധികാരമായിട്ടും പറഞ്ഞില്ല. എനിക്കറിയാം സിനിമയാണല്ലോ,
അത് പണ്ടേ ഉള്ള ആളുകൾ പറയുന്നതാണ്. സിനിമയാണ് വന്നാ വന്ന് അങ്ങനെ പടം വന്ന് നോക്കുമ്പോൾ നമ്മളില്ല, നമ്മളെ പാട്ടില്ല, വേറെ ആരോ പാടിയിരിക്കുന്നു.